അങ്ങനെ അവരുടെ തായ്ലൻഡ് ഭാഷയിൽ ടാറ്റ ബൈ ബൈ കമ്പുക്ക ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങി. ഇത് ഇന്ന് ഞങ്ങളുടെ തായ്ലൻഡിലെ ഫൈനൽ ഡേ കേട്ടോ. അപ്പം വെൽക്കം ബാക്ക് ടു ദ ഫൈനൽ വ്ളോഗ് ഓഫ് അവർ തായ്ലൻഡ് ഡേയ്സ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോ ഇപ്പം ഞങ്ങൾ പാക്ക് ചെയ്യുക. ആൻഡ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് കുറച്ച് ആഴ്ചയുള്ള പരിപാടിയാണ്. ടുഡേ ഈസ് അവർ ലാസ്റ്റ് ഡേ ഇൻ തായ്ലൻഡ് ഗൈസ്. ഒരാഴ്ച പോയത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ദേ വന്നു ദാ പോയി, ആ ഒരു വൈബായിരുന്നു. ഇപ്പം ഞങ്ങളുള്ളത് ഫുക്കറ്റിലാണ്. അപ്പം ഇന്നിവിടെ ഓൾഡ് ഫുക്കറ്റ് ടൗണിലും എന്താ എവിടെയൊക്കെയാണ് പിന്നെ എവിടെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ എയർപോർട്ടിൽ പോകും. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇന്ന് രാത്രി 11 മണിക്കാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഓൾഡ് ഫുക്കറ്റ് ടൗണിൽ കുറേ കഫേസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഹായ്, ഇങ്ങോട്ട് വന്ന് പറ. ഹായ്, നമ്മൾ എങ്ങോട്ട് പോവാ? വിഷമമുണ്ടോ തായ്ലൻഡിന് പോകുന്നതിന്? ഇവിടുന്ന് ബുധനാഴ്ച അവൻ പോയി. അവൻ എന്താ പറയുക, പട്ടായും ബാങ്കോക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. അവൻ ഫുക്കറ്റിലോട്ട് വന്നില്ല. അവൻ പറയാം ഇവിടുന്ന് ഫ്ലൈറ്റ് അങ്ങോട്ട് പൊങ്ങിയപ്പോൾ അവന് ഭയങ്കര വിഷമായിരിക്കും എന്നൊക്കെ. അവൻ അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചപ്പോൾ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് നല്ല രസമുണ്ടായിരുന്നു ഈ ഒരാഴ്ച എന്ന് പറയുന്നത്. കഴിഞ്ഞ സാറ്റർഡേ ടു ദിസ് ഫ്രൈഡേ. ഇന്ന് ഞങ്ങൾ കുറേ കഫേസിലൊക്കെ പോയിട്ട് വല്ല കോഫി കിട്ടുമോ നോക്കണം. കാരണം ഒരു കോഫി കുടിച്ചിട്ട് എത്ര നാളായെന്നറിയാമോ. ആക്ച്വലി തായ്ലൻഡ് ഈസ് ഗുഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു തായ്ലൻഡിൽ എന്താണ് കാണാനുള്ളത്, പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ തായ്ലൻഡിൽ. ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു തായ്ലൻഡിൽ എന്താ ഉള്ളത്, തായ്ലൻഡ് ഒന്നും പോകണ്ട, പകരം വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ തായ്ലൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. തായ്ലൻഡിൽ കാണാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. സീ നമ്മൾ ഹിൽ സൈഡ് കണ്ടില്ലല്ലേ തായ്ലൻഡിൻ്റെ, അങ്ങോട്ട് പോയിട്ടില്ല. ഇനി തായ്ലൻഡ് വരുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. വാക്കിംഗ് സ്ട്രീറ്റ്, അതേപോലെ തന്നെ ഇന്നലെ പോയ ഐലൻഡ്, ഇന്നലെ സ്നോർക്കലിംഗ് ചെയ്ത ലൈഫിൽ ആദ്യമായിട്ട്. ആൻഡ് ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് സത്യം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മീൻ ഞാനിങ്ങനെ കുറേ മീനെ പിടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പറ്റിയില്ല. പക്ഷെ റാൻഡം ആയിട്ടൊരു മീൻ ഇവിടെ ഒന്നിങ്ങനെ തട്ടിയിട്ട് പോയി. ആ ഒരു മൊമെന്റ് എന്നൊക്കെ പറയുന്നത് ഞാൻ പറയുമ്പോൾ എത്രത്തോളം അത് കൺവേ ആവും എന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷേ ഇറ്റ്സ് സോ ഗുഡ് ആയിരുന്നു. പക്ഷെ ഒരു ചെറിയ വിഷമമുണ്ട്. ചെറിയ വിഷമമല്ല, നല്ല വിഷമമുണ്ട്. വെക്കേഷൻ തീർന്നു. ഇനി ഇന്ന് പോയിട്ട് തിങ്കളാഴ്ച പണിക്ക് കയറണമല്ലോ ആലോചിക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. പക്ഷെ പണിക്ക് കയറിയാലേ നമുക്ക് അടുത്ത ട്രിപ്പ് വരാനുള്ള കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് അടുത്ത ട്രിപ്പ് വന്നിട്ട് ഇതേപോലെ വ്ളോഗ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്ലാൻ വാസ് ലൈക്ക് പെട്ടിയെല്ലാം താഴെ കൊണ്ടുപോയി വെച്ചിട്ട് ഞങ്ങൾ നേരെ ഓൾഡ് ഫുക്കറ്റ് ടൗണിൽ പോകും. ബൈ ബസ്സായിരിക്കും ഇവിടെ, ബൈ ബസ്സായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ ബസ്സിൽ ഓൾഡ് ഫുക്കറ്റ് ടൗൺ പോയി അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വരും. തിരിച്ച് വന്നിട്ട് ഞങ്ങൾ പെട്ടിയെടുത്ത് എയർപോർട്ടിലോട്ട് പോകാനാണ് പ്ലാൻ. എയർപോർട്ടിൽ പോകുന്ന വഴി ഒരു ബീച്ചുണ്ട്, അവിടെയും കൂടെ കയറാനൊരു പ്ലാൻ ഉണ്ട്. നടക്കുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. ഇന്നത്തെ പ്ലാൻ ഇതാണ്. എങ്ങനെയുണ്ടായിരുന്നു തായ്ലൻഡ് എക്സ്പീരിയൻസ്? ഞാൻ രാവിലെ കുറച്ച് എക്സ്പീരിയൻസ് കൊടുത്തായിരുന്നു. ആർക്ക്? സോറിടാ, അപരാധം പിടിച്ച പിള്ളേരായി പോയി കഴിച്ച് ഇവരൊക്കെ. വേണമെങ്കിൽ അതെടുത്തോ. I will miss Thailand. Thailand was. ഐസു, എങ്ങനെയുണ്ടായിരുന്നു തായ്ലൻഡ് എക്സ്പീരിയൻസ്? തായ്ലൻഡ് ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, എക്സെപ്റ്റ് ഫുഡ്. അതപ്പം ഞാൻ I love Thai food. I also love Thai food. എനിക്ക് ഇഷ്ടപ്പെട്ടു. ശിവന് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ആ പിള്ളേരല്ല. We are going today. നല്ല സങ്കടമുണ്ട്. അയ്യോ, ഇനി രാവിലെ എണീറ്റ് ചായ കുടിക്കടേ സീവിറ്റിന്റെ പകരം. അതെ, ഇനി ഞാൻ സീവിറ്റിന് പോയി എന്ത് ചെയ്യും? 7-Eleven ജീവിക്കും. അത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞങ്ങളുടെ തായ്ലൻഡ് ട്രിപ്പിന്റെ ലാസ്റ്റ് വ്ളോഗിടാൻ ഇത്രയും വൈകിയെന്ന് എനിക്കറിയാം. പക്ഷേ ഇതാണ് ഞങ്ങളുടെ തായ്ലൻഡ് വ്ളോഗിന്റെ ഫൈനൽ പാർട്ട്.
സോ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഫുക്കറ്റ് ടൗൺ പോയി കറങ്ങി വരാമെന്നുള്ളതാട്ടോ. ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ബീച്ചിലും കൂടെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓൾഡ് ഫുക്കറ്റ് ടൗൺ പോയി തിരിച്ചു വന്നു. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നത്. അത് ദേ ഇവിടെ കഴിയാണ്. അതിൻ്റെ ഒരു വിഷമം നല്ല പോലെ ഉണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ ഈ ഓൾഡ് ഫുക്കറ്റ് ടൗണിലേക്ക് ബസ്സിലാട്ടോ പോയത്. ബസ്സും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു തായ്ലൻഡിൽ വന്നിട്ട്. ആക്ച്വലി അവിടുത്തെ ബസ് നൈസായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദേ ഇവിടെ എത്തി. ഫുള്ളൊരു പിങ്ക് വൈബ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഞങ്ങൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രം 7-Eleven. പക്ഷേ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിൽ ഇല്ലാത്തൊരു സാധനം ഇന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അയ്യോ, ഇതിന്റെ ഫ്രണ്ട് ഇവിടെ. ബ്രേക്ക്ഫാസ്റ്റിന്റെ ഫസ്റ്റ് സംഭവം സീവിറ്റ്, യെസ്. രണ്ടാമത്തത് ചീസ് റോസ്റ്റഡ് ചീസ് സാൻഡ്വിച്ച്. മറ്റേ റോഷന്റെ ടൈപ്പ് ഓഫ് കോഫി. റോഷൻ കാക്ക നിന്റെ കൈൻഡ് ഓഫ് കോഫിയാണ്. അതിന് ഇതിനെക്കാട്ടിലും കഴിപ്പാണെന്നേ ഉള്ളൂ. കയ്പ് തോന്നുന്നില്ല. അകത്ത് പോയി ആക്ച്വലി ഈ സാൻഡ്വിച്ച് എനിക്ക് പറഞ്ഞു തന്നത് എയർപോർട്ടിൽ വെച്ചിട്ട് ഐ മെറ്റ് എ പേഴ്സൺ ദാബ. അപ്പം പുള്ളിക്കാരി പറഞ്ഞതാണ് തായ്ലൻഡ് ഫുഡ് ഒന്നും പറ്റുന്നില്ല എങ്കിൽ നേരെ 7-Eleven പോവുക, ഈ ടോസ്റ്റഡ് ചീസ് സാൻഡ്വിച്ച് ആദ്യം കഴിക്കാം. ആൻഡ് അതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഹാം അകത്തുള്ളത്, ബീഫ് അകത്തുള്ളത്, ചിക്കൻ കോൺ, ചീസ് ആൻഡ് കോൺ, കുറേ വെറൈറ്റീസ്. ചീസ് ആൻഡ് കോൺ കൊള്ളാം, ചീസ് ആൻഡ് കോൺ കൊള്ളാം. ബീഫ് അടിപൊളിയാണ്. സീവീഡും വേറെന്തോ സാധനം അത് കൊള്ളില്ല. അത് കുറച്ച് ഒരു കേക്കിന്റെ ഫീലാണ് കിട്ടുന്നത്. പിന്നെ ഡബിൾ ചീസ് ബർഗർ ഉണ്ട്, ഡബിൾ ചീസ് സാൻഡ്വിച്ച്, അത് നൈസാണ്. ഞാൻ അന്ന് മുതൽ കഴിക്കുന്ന ഒരു സാധനമാണിത്. ഞങ്ങളിപ്പോൾ പുതിയ എക്സ്പെരിമെന്റ് ഷ്രിമ്പും പിന്നെ ഒരെണ്ണം ഹാമും. പിന്നെ കുറേ വീഡിയോ ഉണ്ടെന്ന് വെച്ചാലും 7-Eleven'ത് ഇതിനകത്ത് ചോക്ലേറ്റ് ആൻഡ് ബനാന മിൽക്ക് വെച്ചിട്ടുള്ള ഡ്രിങ്കാണ്. അതിനെയും കാട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് സീവിറ്റാണ്. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുക്കറ്റ് ടൗണിലേക്ക് നടക്കാൻ തുടങ്ങി കേട്ടോ. അവിടെ ഞങ്ങൾ പോയി ഇറങ്ങി തൊട്ടടുത്തായിരുന്നു 7-Eleven. അവിടെ നിന്ന് ഒരു ജസ്റ്റ് 100 മീറ്റേഴ്സ് നടന്ന് അത് ഇങ്ങനൊരു സ്ഥലം എത്തും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചുമ്മാ കണ്ടുകൊണ്ട് നടക്കാൻ തോന്നും. കാരണം ഓരോ ഷോപ്പ് ഓരോ കളർ തീമായിരിക്കും. ഇപ്പോൾ ഡ്രസ്സ് കട, അത് ഈ ഒരു കടയെന്ന് പറഞ്ഞാൽ ഫുള്ള് ബ്ലൂ തീമിലായിരിക്കും. വേറൊരു കടയിലേക്ക് പോകുമ്പോൾ ഫുള്ള് പിങ്ക് തീമായിരിക്കും. അങ്ങനെ പല പല തീം ഓഫ് എന്താ പറയുക, അവിടെ ആ ഓരോ കഫേസ് അതെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇതേ ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് അവിടുത്തെ ഏറ്റവും ഒരു പ്രീമിയം കഞ്ചാവ് കടയുടെ മുമ്പിലാണ്. കാരണം നല്ല മഴയായത് കാരണം ഇവിടെ കയറി കുറച്ച് നേരം റെസ്റ്റ് എടുക്കായിരുന്നു. ആൻഡ് ഈ കട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ സാധാ ഇങ്ങനെ റോഡ് സൈഡിൽ കുഞ്ഞി തട്ടുകട പോലത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഈ വീട് വെക്കുന്നതായിരുന്നു. ആൻഡ് ഇതെന്ന് പറയുന്നത് പക്ക പ്രീമിയം കട, ഹൈ കോസ്റ്റ് സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നതെല്ലാം. പിന്നെ കുറച്ചധികം നേരം അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നത് ഈ ഒരു കഫേയിലോട്ടാണ് പോയത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫുൾ ഓഫ് പിങ്ക് കളർ. ഇത് ഞങ്ങൾ കുറേ ഇൻസ്റ്റഗ്രാം റീൽസും ഷോർട്സും ഒക്കെ കണ്ടുപോയൊരു കഫേയാണ്. ഈ കഫേൻ്റെ പേര് കൊറാക്കങ് കഫേ എന്നാട്ടോ. ആക്ച്വലി ഇവിടെ ഫുള്ള് നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു വൈബ് ഓഫ് കഫേയാണ്. നമ്മൾ എവിടെ തിരിഞ്ഞാലും അവിടെ ഡെഫിനറ്റ്ലി നമുക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി തോന്നും കേട്ടോ ഈ കഫേയിൽ. പിന്നെ ഇവിടെ കയറുമ്പം നമ്മൾ ഓൾറെഡി ഫുഡ് ഓർഡർ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഇതിനുള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഫൈൻ. ഞങ്ങൾ ആക്ച്വലി ഇവിടുന്ന് ഒരു കോഫിയും ഒരു ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ആയിരുന്നു ഓർഡർ ചെയ്തത്. എൻ്റെ അമ്മോ, സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം ആ ഒരു കോഫി കുടിച്ചപ്പോൾ ഉള്ളൊരു സമാധാനം ഉണ്ടല്ലോ. പിന്നെ ഈ ഒരു കഫേ ഒരു രക്ഷയുണ്ടായില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഓടി നടന്ന കുറേ ഫോട്ടോസും കുറേ വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ ഇത് ഈ ഫ്രഞ്ച് ഫ്രൈസും കോഫിയും. ആക്ച്വലി ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് യൂഷ്വലി ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഇതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ കിട്ടിയ മയോണൈസ് കൈൻഡ് ഓഫ് സംഭവം ഇറ്റ് ഈസ് ടു ഗുഡ് ഗൈസ്. ഞങ്ങൾ ഏകദേശം ഒരു 1.5 hours നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ആ കഫേക്കുള്ളിൽ തന്നെ കുഞ്ഞു സ്പോർട്സിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് അത്രയും ടൈമായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും നടക്കാൻ തുടങ്ങി കേട്ടോ. കുറേ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. കുഞ്ഞു പിൻസ്, സോവനേഴ്സ്, അതേപോലെ തന്നെ ഡൈകാസ്റ്റ്. ഞാൻ മിനി കൂപ്പറിൻ്റെ ഡൈകാസ്റ്റൊക്കെ ഈ ഫുക്കറ്റ് ടൗണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു.
ഒഫീഷ്യലി ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞ കഴിച്ച് ഞങ്ങൾ നേരെ ഇനി ഹോട്ടലിൽ പോയി അതെ, വളരെ സങ്കടത്തോടു കൂടി ഞങ്ങൾ ഇത് ഞങ്ങളുടെ സ്റ്റേയിലേക്ക് പോവാം. പ്ലാൻ വാസിലേക്ക് ഇനി സ്റ്റേയിൽ പോയി ഞങ്ങളുടെ പെട്ടിയൊക്കെ എടുത്ത് നേരെ എയർപോർട്ടിൽ പോകാന്നുള്ളതാണ്. പിന്നെ ഓൾഡ് ഫുക്കറ്റ് ടൗണിൽ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കുറേ പർച്ചേസ് ചെയ്യാൻ തോന്നും കേട്ടോ. ഞങ്ങളങ്ങനെ കുറച്ചധികം സാധനങ്ങൾ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഇനി വരുന്നുണ്ട്. പിന്നെ ഇത് ഈ കാണുന്നത് ഇവിടെയുള്ളൊരു അമ്യൂസ്മെന്റ് പാർക്കാണ്. ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുണ്ടായുള്ളൂ. പിന്നെ ഈ ഫുക്കറ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ബാങ്കോക്ക് ആൻഡ് പട്ടായ. ബസ്സിൽ പോകുമ്പോൾ ഞങ്ങൾ കണ്ടൊരു ഏരിയ ആണ്. ശരിക്കും പറഞ്ഞാൽ മറ്റേ കൺട്രി സൈഡ് ആ ഒരു വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടേക്ക് ഒരു വീട് വെച്ച് താമസിക്കുക എന്ന് പറയുന്നത് ഒരു ഡ്രീം തന്നെയാണ്. ഭയങ്കര കാംഫുൾ ആട്ടോ. ഒരുപാട് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾ ആദ്യം ഇങ്ങനെ കണ്ടപ്പോൾ എന്നും പറഞ്ഞിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കണമല്ലോ എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നത്. ബിഫോർ ദ ട്രിപ്പ് എൻഡിങ് കിട്ടിയില്ല എന്ന് പറഞ്ഞ വണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതെന്താ കഥയിൽ എയർപോർട്ടിൽ എത്തിയിട്ട് പറഞ്ഞിരുന്നില്ല. സമയം കിട്ടട്ടെ, ആദ്യം വണ്ടി കിട്ടുമോ നോക്കട്ടെ. ഇതായിരുന്നു ഞങ്ങളുടെ ഫുക്കറ്റിലെ സ്റ്റേ. ആക്ച്വലി ഭയങ്കര സമാധാനമുള്ള സ്റ്റേ ആയിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. റൂംസും ഒക്കെ അടിപൊളിയായി. കുറച്ച് കാശും ഒരു പെട്ടി ഡ്രസ്സുമായിട്ട് ഞങ്ങൾ ഈ ചില്ലറയും കുറേ അധികം മെമ്മറീസുമായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. പിന്നെ പോകുന്ന വഴിയാണ് ഈ ഒരു സീ. സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു ഏരിയ ഉള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ സ്റ്റേൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഇങ്ങനെ. അതായത് നമ്മൾ ഗ്രാബ് വിളിച്ച് എയർപോർട്ടിലേക്ക് പോകുമ്പം കണ്ട കാഴ്ചയാണ്. മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന്. ആൻഡ് ഫൈനലി ഞങ്ങളിതേ ഉത്സവം കണ്ടു. ഇതെന്ത് ഉത്സവമാണെന്ന് അറിയത്തില്ല. പക്ഷേ ഈ ഒരു ഇങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് അനുഗ്രഹങ്ങളൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. എന്ത് കൈൻഡ് ഓഫ് ഉത്സവമാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഫുക്കറ്റിൽ വന്നിട്ട് ഞങ്ങളുടെ സ്റ്റേയിലേക്ക് ഗ്രാബ് ബുക്ക് ചെയ്തപ്പം ആ ഗ്രാബ് ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്സവ സീസണാണ്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റുമെന്ന്. ആൻഡ് ഞങ്ങൾക്കത് കാണാൻ പറ്റി ഗൈസ്. പിന്നെ അത് ഇങ്ങനൊരു വലിയ സംഭവമൊക്കെ അവർ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. എന്താണെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നെ നേരത്തെ പറഞ്ഞ വള്ളി എന്താണെന്ന് അറിയോ? വേറൊന്നുമല്ല, പോകുന്നതിന് മുമ്പ് കുറച്ച് തായ് ബാത്ത് ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തായ് ബാത്ത് എടുക്കാൻ വേണ്ടി ഐസിൻ്റെ കാർഡ് കൊണ്ട് ATM-ലിട്ട് ആൻഡ് കാർഡ് ഗോട്ട്സ് ചെക്ക്ഡ് ഗൈസ്. അതായിരുന്നു ഞങ്ങളുടെ ഫൈനൽ വള്ളി. ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കാശൊന്നും ഉണ്ടായില്ല. ഉള്ള ചില്ലറയും പറക്കി ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയി. ആൻഡ് ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ആക്ച്വലി ഓക്കെ, വെക്കേഷൻ ഈസ് ഓവർ, ഇനി ബാക്ക് ടു നോർമൽ ലൈഫ് എന്നുള്ളൊരു ഫീൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിപ്പിന് ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട്. അതെങ്ങനെ പറയണം, എങ്ങനെ കൺവേ ചെയ്യണം ഒന്നും എനിക്കറിയത്തില്ല. ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ചെറിയ ലൈക്ക് ഓക്കെ ട്രിപ്പ് കഴിഞ്ഞു, ഇനി ബാക്ക് ടു നോർമൽ ലൈഫ് എന്നുള്ളൊരു ഫീൽ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒക്ടോബറിൽ പോയിട്ട് ഞാൻ ഈ വ്ളോഗ് പോസ്റ്റ് ചെയ്യുന്നത് ഇന്നാണ്. ആൻഡ് ഇന്ന് ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ അന്നത്തെ ഓരോ മെമ്മറീസൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്തത് വളരെയധികം നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗ്രാബ് ഡ്രൈവർ ഞങ്ങളത് ഇവിടെ നേരെ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കി. ഞങ്ങൾ അവിടുന്ന് ഉള്ളിലേക്ക് പോയി ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്ലൈറ്റിൽ പോയി. ആൻഡ് ദ ഫ്ലൈറ്റ് എൻ്റെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഹെവി ടർബ്യുലൻസ് ആയിരുന്നു ഞങ്ങൾ റിട്ടേൺ കൊച്ചിയിലേക്ക് വന്ന ഫ്ലൈറ്റിന്. ഹെവി ടർബ്യുലൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ലൈക്ക് നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് ഉറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മളുടെ പൈലറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ട് എണീറ്റതാട്ടോ. അപ്പോൾ മനസ്സിലായി ഹെവി ടർബ്യുലൻസ് ഉണ്ട്, എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടണമെന്ന്. ആ ടർബ്യുലൻസ് എൻ്റെ അമ്മോ, നമ്മൾ മറ്റേ ഇങ്ങനെ ഇടിച്ചിങ്ങനെ താഴോട്ട് വരില്ലേ, അമ്മാതിരി സംഭവമായിരുന്നു. അയ്യോ, ഗൈസ് ഞങ്ങൾ തിരിച്ച് കൊച്ചിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അയ്യോ, കുറേ സംഭവങ്ങളുണ്ട് പറയാൻ. ഇതൊക്കെ ഞാൻ എപ്പോഴാണ് പറയുന്നതെന്ന് അറിയത്തില്ല. അല്ലേ പക്ഷേ കുറേ സംഭവങ്ങളല്ലേ പറയാൻ. ആൻഡ് ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പം പാസ്പോർട്ടിൽ 2 സീലും കിട്ടി. ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും വിളിക്കാൻ വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം റോസൻ കാക്ക വന്നിട്ടുണ്ടായിരുന്നു. എവിടെ പോയാലും ഒരു വീഡിയോയിൽ എൻഡിങ്ങിൽ റോസൻ കാക്ക ഇല്ലാണ്ട് ശരിയാവില്ലല്ലോ. അതിന് റോസൻ കാക്കാനെയും ഞങ്ങൾ തായ്ലൻഡ് വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ല. ഞങ്ങള് പള്ളികൾ പിടിക്കാതെ തിരിച്ചു. ഹലോ ഞാൻ പറഞ്ഞു തുറന്നു വെച്ച് കഴിഞ്ഞാൽ പോവുമല്ലോ.
അങ്ങനെ നേരെ അപ്പാർട്ട്മെൻറ്റിൽ വന്ന് വാങ്ങിച്ച സാധനങ്ങളെല്ലാം എടുത്ത ഹോളിൽ നിരത്തിയിട്ടിട്ട് ഞങ്ങളുടെ ദേ ഈ തായ്ലൻഡ് വ്ളോഗിൻ്റെ ഫൈനൽ പാർട്ട് ഇവിടെ തീരുകയാണ്. ഇവന്മാർ രണ്ടുപേരും എന്താണ് ഈ കാണിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. എന്താണെന്ന് വെച്ചാൽ അവർ കാണിച്ചുകൊണ്ടിരിക്കട്ടെ. സോ തായ്ലൻഡ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി വാട്ട് വി ബോട്ട് ഫ്രം തായ്ലൻഡ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഇങ്ങോട്ട് വരാനുണ്ട്. അപ്പോൾ എന്താ വീഡിയോസ് എല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.